കൂർക്കം വലിച്ചുറങ്ങിയിട്ട് കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ കള്ള് ഷാപ്പ്. സ്വപ്നമാണോ സത്യമാണോ എന്നറിയാതെ കണ്ണ് തിരുമ്മി നോക്കിയപ്പോൾ തൊട്ടടുത്തൊരു ഫാമിലി റെസ്റ്റോറൻറ്റ്. അകത്തെന്താണെന്നറിയില്ല. എന്തായാലും നല്ല തിരക്കുമുണ്ട്. കയറി നോക്കാം. ദായുവിൻ്റെ പിറകെ നിങ്ങളും കയറിപ്പോരെ. ദായു ആൻഡ് മീ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇവിടെ കണ്ടടാ, തലക്കറി, മുയൽ, ബീഫ് ഇടിച്ചത്, കൂന്തൽ, പിടി, താറാവ്, നാടൻ കോഴി, കപ്പ, ബീഫ്, അങ്ങനെ വേണ്ട നാടൻ ഭക്ഷണത്തിൻ്റെ ഒരു കലവറ തന്നെയുണ്ട്. കൈ കഴുകാൻ പോയപ്പോഴത്തേക്ക് ഇതാണ്ടടായിരിക്കണം വാഷ് ബേസിന് പകരം ചീനിച്ചട്ടി. ആദ്യം ഞാനൊന്ന് പകച്ചു പോയെങ്കിലും എന്തായാലും കൊള്ളാം. അങ്ങനെ കൈയും കഴുകി ഫ്രഷായി ഞാനും ദായു സീറ്റ് പിടിച്ചു. നല്ല നൈസായിട്ടുള്ള നാടൻ ആംബിയൻസ്. പലരും കഴിച്ചിട്ട് അവരുടെ അഭിപ്രായങ്ങൾ എഴുതി ഈ ടി വിയിൽ ഒട്ടിച്ചിട്ട് പോയിരിക്കുന്നുണ്ട്. എനിക്ക് എന്തെങ്കിലും എഴുതി ഒട്ടിക്കണം. ദായു ആണെങ്കിൽ വിശന്ന് കറങ്ങി അങ്ങ് ഇരിക്കുകയാണ്. ഞാനെന്തെങ്കിലുമൊക്കെ ചളുവ് അടിച്ച് ചിരിച്ചുകൊണ്ടിരിപ്പുണ്ട്. കാത്തിരിപ്പിന് വിരാമമിട്ട് ദാണ്ടിട വരുന്ന ഊണ്. തൊട്ട് പിറകെ കപ്പ ബിരിയാണി എത്തി. കോട്ടയം കോതമംഗലം ഭാഗത്ത് നല്ല കപ്പ ബിരിയാണി കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. എന്തായാലും കഴിച്ചു നോക്കാം. അടുത്ത് ചിക്കൻ പെരട്ട്, കൂടെ പിടിയും. കപ്പ ബിരിയാണി കഴിച്ചു നോക്കി. നല്ല വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്. നമ്മളെ തിരുവനന്തപുരത്ത് കപ്പ ബിരിയാണി ട്രെൻഡിങ് ആണ്. പക്ഷേ ഇത്രയും ടേസ്റ്റ് കിട്ടിയിട്ടില്ല. ഇതാണ് പിടി. ഞാനിതുവരെ കഴിച്ചിട്ടില്ല. അങ്ങനെ ആഗ്രഹത്തോടെ വാങ്ങിച്ചതാണ്. കുഴപ്പമില്ല. ദായുവിന് ഒരു ഉരുള ചോറിന് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള റേഷ്യയിൽ കഴിച്ചുകൊണ്ടിരിക്കണുണ്ട്. ഉറക്കത്തിൽ നെഴിച്ചുകൊണ്ട് വാരി കൊടുത്താലേ കഴിക്കുള്ളൂ. ഇത് സിലോപ്പിയാണോ തിലോപ്പിയാണോ എന്നറിയില്ല. പേര് കൃത്യമായിട്ട് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യണമെന്ന് അറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വലിയ റേറ്റൊന്നുമില്ല. അങ്ങനെ ഫുഡും കഴിച്ച് ഹാപ്പിയായി ഇറങ്ങി. ലൊക്കേഷൻ വരുന്നത് തങ്കലം കോതമംഗലം മാന്തോപ്പ് റെസ്റ്റോറൻറ്റ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.